ആ ആത്മതത്വത്തിൻ്റെ മഹിമയെക്കുറിച്ച് ഞങ്ങളിങ്ങനെ ആലോചിച്ച് മകിഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവരുടെ ഉപാസന. ദൃഷ്ടദർശന ദൃശ്യാനി ത്യക്ത്വാ വാസനയാ സഹ ദർശന പ്രഥമാഭാസം ആത്മാനം സമുപാസ്മഹേ. ദൃഷ്ടൃ ദർശന ദൃശ്യാനി ത്യക്ത്വാ വാസനയാ സഹ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ എൻ്റെ മുൻപിൽ ഉണ്ടെന്നങ്ങോട്ട് വന്നാൽ അപ്പോൾ എനിക്ക് നിങ്ങളുടെയൊക്കെ മുഖം കണ്ട് മനസ്സിലാക്കാം സ്വാമിജി പറയണത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ എന്ന്. അതിനിപ്പോൾ നിവൃത്തിയില്ല. ദൃഷ്ടദർശന ദൃശ്യാനി ത്യക്ത്വാ വാസനയാ സഹ. ദൃഷ്ടൃ ദർശന ദൃശ്യാനി വാസനയാ സഹ ത്യക്ത്വാ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കാണാൻ പുറപ്പെട്ടത് ഞാൻ, കാണണം എന്നുള്ള വിചാരം എനിക്ക്, ആ ദൃശ്യം വന്ന് പതിഞ്ഞതെന്നിൽ, ആ പതിഞ്ഞ ദൃശ്യത്തോടു കൂടി ഒരു സംബന്ധം സമ്പർക്കമുണ്ടാക്കിയത് ഞാൻ, അതിൽ നിന്നുണ്ടായ ആനന്ദം എനിക്ക്. ഇതിലെല്ലാം കൂടി കടന്ന് കളിക്കുന്നത് എൻ്റെ ഉള്ളു മാത്രമോ അതോ ഉള്ളു വിട്ട് വേറെ വല്ലതും ഉണ്ടോ? എൻ്റെ ഉള്ളു മാത്രമാണ് ഇവിടെ കളിക്കുന്നത്. ദ്രഷ്ടാവ് തന്നെയാണ് ദൃശ്യപ്പതിപ്പുണ്ടാക്കുന്നത്. ആ ദൃശ്യപ്പതിപ്പോടുകൂടി മിങ്കിൾ ചെയ്യുന്നതും ദ്രഷ്ടാവ് തന്നെയാണ്. എന്നിട്ടാണ് ആനന്ദം എന്ന് പറയുന്ന അനുഭവം നിർഗളിക്കുന്നത്. അപ്പം ഈ ദൃശ്യത്തിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്ന അനവധി ആഗ്രഹങ്ങൾക്ക് വല്ല പ്രസക്തിയുണ്ടോ? ഒരു ആനയെ കണ്ടു, ആനയെ വേണമെന്ന് തോന്നി. കുതിരയെ കണ്ടു, കുതിരയെ വേണമെന്ന് തോന്നി. പിന്നെ മയിലിനെ കണ്ടപ്പോൾ അതും വേണമെന്ന് തോന്നി. ഇതൊക്കെ കിട്ടിയാൽ എന്തുണ്ടാവും? ഒക്കെ പുറത്തിരിക്കും. ദൂരത്തുള്ളത് അടുത്ത് വന്ന് നിൽക്കുന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒന്ന് എൻ്റെ ഉള്ളിൽ കിടക്കില്ല. അപ്പം എനിക്കുണ്ടാവുന്ന സന്തോഷം എവിടെയാ? ഈ പതിപ്പുകൾ എൻ്റെ മനസ്സുണ്ടാക്കി ആ മനസ്സിലെ പതിപ്പുകൾ തരുന്ന സന്തോഷമാണ്. അപ്പം സർവ്വവിധ സന്തോഷത്തിനും നിദാനം എന്താ? എൻ്റെ ഉള്ള്. അപ്പം എൻ്റെ ഉള്ളും ഉണർവുമാണ് കാരണം എന്നുണ്ടെങ്കിൽ പലതിനോടും തോന്നുന്ന ആശയ്ക്കും ആഗ്രഹത്തിനും പ്രസക്തിയുണ്ടോ? ഇല്ല. ഇവിടെ എല്ലാം കൂടി ഒരു ദൃഷ്ടമണ്ഡലമേ ഉള്ളൂ. ആ മണ്ഡലത്തിലുള്ള പതിപ്പുകളാണ്. ആ പതിപ്പുകളിൽ നിന്ന് നിർഗളിക്കുന്ന സന്തോഷമാണ്. ആ പതിപ്പ് ഒരൊറ്റെണ്ണം പുറമേ നിന്നല്ല. പുറത്ത ആന എനിക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്നില്ല. എൻ്റെ ഉള്ളിലാണ് സന്തോഷം. അപ്പം ആ സന്തോഷം നൽകുന്ന വസ്തുക്കളുടെ പേരിൽ തോന്നുന്ന ആഗ്രഹങ്ങൾക്ക് വല്ല പ്രസക്തിയുമുണ്ടോ? കാരണം എല്ലാം എൻ്റെ ഉള്ളിലുള്ള ഉൾപ്പതിപ്പുകളാണ്. ആ ഉൾപ്പതിപ്പുകൾ ഉള്ളിൻ്റെയാണ്, പുറത്തേ അല്ല. അപ്പം എൻ്റെ കാഴ്ച പതിപ്പ്, അതുമായിട്ടുള്ള സംബന്ധം, അതിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന സന്തോഷം, ഇതെല്ലാം തന്നെ എൻ്റെ ഉള്ളിലാണ് എന്ന ഒന്നാണെന്ന് മനസ്സിലാവുമ്പോൾ എന്തായി? ത്യക്ത്വാ വാസനയാ സഹ. പലതിനോടും തോന്നുന്ന ആഗ്രഹങ്ങളടക്കം എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ദർശന പ്രഥമാഭാസം ആത്മാനം. സർവദർശനങ്ങൾക്കും മുൻപുണ്ടായിരുന്നത് എന്തോ? ആ ആത്മാവിനെ സമുപാസ്മഹേ, ഞങ്ങളിതാ ഉപാസിക്കുന്നു. എങ്ങനെ? അതിനെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധിയിൽ നിർത്തിക്കൊണ്ട് മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ പറയുന്നത്? ഒന്നും കൂടി വ്യക്തമാക്കാം. പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കൂടെയുള്ളവർ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അതും കൂടി ചേർത്തിട്ട് മറുപടി പറയാം. സ്വാമിജി പറയുന്നത് എന്താ? പുറം വസ്തുക്കളുടെ ആവശ്യമില്ല എന്നാണോ പറയുന്നത്? ഞാൻ അങ്ങനെ പറയുന്നില്ല. ലോകമുണ്ട്, ലോകവസ്തുക്കളുണ്ട്, അതില്ല എന്ന് ഈ സ്വാമി പറയണില്ല. ഞാൻ പറയണത് എന്താ? ലോകവസ്തുക്കളെ കാണുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവവും ആ അനുഭവത്തിൽ തെളിഞ്ഞു വരുന്ന സന്തോഷവും പുറത്തു നിന്നല്ല, അകത്തു നിന്നാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പുറം വസ്തുക്കളുണ്ട്, അത് കണ്ട് സന്തോഷിക്കാനാവാത്തവർ പലരും ഇല്ലേ ലോകത്തിൽ? എത്രയോ പേര് ഡിപ്രഷൻ ഉള്ളവരുണ്ടല്ലോ. അവർക്ക് ഈ ലോകം എത്ര നന്നായാലും സുഖമായി കഴിയാൻ പറ്റുന്നില്ലല്ലോ ഡിപ്രഷൻ കൊണ്ട്. അപ്പം ലോക വസ്തുക്കൾ ഉള്ളത് കൊണ്ട് നമുക്ക് സന്തോഷമുണ്ടാവില്ല. വസ്തുക്കളെ കണ്ട് സന്തോഷിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ വേണം. കാരണം എന്താ? വസ്തുക്കളല്ല സന്തോഷത്തിന് കാരണം. സന്തോഷം രചിക്കുന്നത് മനസ്സാണ്. അതുകൊണ്ടാണ് മനസ്സിന് അനവധി സാധനങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷമില്ലെന്ന് വരാം. ഒന്നുമില്ലെങ്കിലും സന്തോഷിക്കാം. നമ്മുടെ ജനങ്ങൾ എങ്ങനെയാണ് ഈ വർണ്ണശബളമായ ലോകമൊക്കെ വിട്ട് കാട്ടിൽ ഏകാന്തമായി കുടീരത്തിൽ താമസിച്ചുകൊണ്ട് പരമസന്തോഷ നിർഭരരായിരിക്കുന്നതിന് കാരണം എന്താ? ഈ വർണ്ണശബളതയൊന്നും സന്തോഷത്തിന് ആവശ്യമില്ല എന്നല്ലേ? അവിടെ ഭൂമാനന്ദ സ്വാമിജി ഒരു പടി താഴത്തേക്ക് വരില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി. ഞാൻ ലോകമില്ല എന്ന് പറയണില്ല, വസ്തുക്കളില്ല എന്ന് പറയുന്നില്ല, വസ്തുക്കളെ കാണുന്നില്ല എന്ന് പറയുന്നില്ല.
കാഴ്ചയും അനുഭവവും നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ എന്തിനു വേണമെങ്കിൽ കണ്ടോളൂ. കാഴ്ച പുറത്തോ അകത്തോ എന്നാണ് ചോദ്യം. ഏതെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ പുറത്തുനിന്ന് അകത്ത് കിടക്കുന്നുണ്ടോ? ഒരാന അവിടെ നിൽക്കണു, കാണുന്നത് നിങ്ങളാണ്. ആ ആന ഉള്ളിൽ കിടന്നിട്ടില്ല. പിന്നെ നിങ്ങൾ കാണുന്നത് എന്തിനെയാ? ആനയല്ല. ആനയുടെ പതിപ്പ് നിങ്ങളുടെ മനസ്സുണ്ടാക്കി ആ പതിപ്പിനെയാണ് നിങ്ങൾ കാണുന്നത്. പുറത്ത് ആനയെ കാണുന്നില്ല. പുറം എന്ന് പറയുന്നത് തന്നെ മനസ്സ് രചിക്കുന്ന ഒരു ഭാവമല്ലേ? ഒരു വസ്തു പുറം എന്ന് പറയുന്നത് ആരാ? മനസ്സ്. ഉള്ളെന്ന് പറയുന്നത് ആരാ? മനസ്സ്. അപ്പം മനസ്സിലുള്ള രണ്ട് ഭാവനകളല്ലേ പുറം അകം എന്നുള്ള രണ്ട് വ്യത്യാസങ്ങൾ. അപ്പോൾ വസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനിവിടെ സംശയിക്കണമില്ല, ചോദിക്കണമില്ല. വസ്തു ദർശനം നടക്കുന്നത് ഉള്ളിലാണെന്നേ പറയുന്നുള്ളൂ. ആ ഉള്ളിൽ നടക്കുന്ന ദർശനം കൊണ്ടാണ് ഉള്ളിൽ സന്തോഷമുണ്ടാവുന്നത്. അപ്പം സന്തോഷത്തിൻ്റെ രചയിതാവ് മനസ്സാണ്, മനസ്സാണ്, മനസ്സാണ്. വസ്തുക്കൾ അതിന് സഹായകമാകാം. അപ്പം നമ്മുടെ ക്യാമറാമാൻ ചോദിക്കുന്നു, ഡയറക്ടർ ചോദിക്കുന്നു, അതെ ചില വസ്തുക്കളെ കണ്ടാൽ സന്തോഷം, ചില വസ്തുക്കളെ കണ്ടാൽ സന്തോഷമില്ല. ഈ വ്യത്യാസ ബുദ്ധി മനസ്സ് രചിക്കുന്നതാണ്. ഏത് വസ്തുക്കളെ കണ്ടാലും ഒരുപോലെ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു നിലയുണ്ട്. എന്താ കാരണം? എല്ലാ വസ്തുവും ഒരൊറ്റ സത്യത്തിൻ്റെ പ്രകടനമാണ്. അനവധി കൂടിച്ചേർന്നാലേ ലോകമുണ്ടാവുള്ളൂ. അതിലിവിടെ നല്ലവരും വേണം, പൊല്ലാത്തവരും വേണം. നമ്മൾ വായിക്കുന്ന രാമായണത്തിൽ രാവണനെ എടുത്തു മാറ്റൂ, ഈ രാമന് വല്ല യോഗ്യത ഉണ്ടാവുമോ? പിന്നെ രാവണനെ ഞങ്ങൾ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് രാമായണത്തിൽ നിന്ന് മാറ്റൂ, പിന്നെ ശ്രീരാമനെ പറ്റി നിങ്ങൾ എന്ത് പറയും? ഒന്നിനും കൊള്ളാത്തൊരു രാജകുമാരൻ എന്നാ പറയുക. പിന്നെ അവിടെ ശ്രീരാമനെ പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ജടായു വേണം, അവിടെ സീതാപഹരണം വേണം, അവിടെ മാരീചൻ വേണം, അവിടെ ശൂർപ്പണഖ വരണം. ഇതൊക്കെ വന്നാലേ രാമൻ രാമനാവുള്ളൂ. അപ്പം ലോകം എന്ന് പറയുന്നത് അനവധി കൂടിച്ചേർന്നതാണ്. ആ അനവധിയെ കാണിച്ചു തരുന്നത് മനസ്സാണ്. അതിൽ ചിലത് സുന്ദരം, ചിലത് അസുന്ദരം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയാണ്. വസ്തുക്കൾ സ്വയം നല്ലതും ചീത്തയുമല്ല. നമ്മുടെ മുൻപിലാണത് നല്ലതും ചീത്തയുമാവുന്നത്. അത് നല്ലത് ചീത്തയുമാവും, ചീത്ത നല്ലതുമാവും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മുഴുവൻ വരുത്തുന്നത് മനസ്സാണ്. ദർശന പ്രഥമാഭാസം ആത്മാനം സമുപാസ്മഹേ. നമ്മൾ പറഞ്ഞ ഭാഗം ഇനി മുഴുവനാക്കുക. ദർശന പ്രഥമാഭാസം ദൃഷ്ടൃദർശന ദൃശ്യാനി ത്യക്വാ വാസനയാ സഹ ദർശന പ്രഥമാഭാസം ആത്മാനം സമുപാസ്മഹേ. നമ്മൾ കിടന്നുറങ്ങണു. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ദ്രഷ്ടാവുമില്ല, ദ്രഷ്ടാവുമല്ല, നമുക്ക് ദർശനവുമില്ല. എന്താ കാരണം? ഒരു പ്രവൃത്തിയുമില്ലാതെ കണ്ണടച്ച് സ്വയം കിടക്കുക. അപ്പം നമ്മൾ ദ്രഷ്ടാവാണോ? അല്ല. ദർശനമുണ്ടോ? ഇല്ല. ദൃശ്യമുണ്ടോ? ഇല്ല. എണീറ്റു, കണ്ണു തുറന്നു, കാണാൻ തുടങ്ങി. അപ്പോഴോ നമ്മൾ ദ്രഷ്ടാവായി, ദർശനവും വന്നു, ദൃശ്യമായി. അപ്പം ഇവിടെ എന്താ പറയുന്നത്? നിശ്ചിന്തമായിരിക്കുന്ന മനസ്സ്, ആ നിശ്ചിന്തമായ മനസ്സ് ചിന്തിക്കണം എന്നൊരു തോന്നലുണ്ടായി. അപ്പം ചിന്തിക്കണം, ഇതൊന്നും സമയത്തിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കാവുന്നതല്ല കേട്ടോ, സമയാതീതമായി നടക്കുന്നതാണ്. അപ്പോൾ നിശ്ചിന്തമായ മനസ്സ് ചിന്തിക്കണം എന്ന് തോന്നിയപ്പോൾ ചിന്തകനായി. ആ ചിന്തകനായതിനു ശേഷം വിചിന്തനം എന്ന് പറയുന്ന പ്രക്രിയ നടന്നു. ആ വിചിന്തനത്തിൻ്റെ ഫലമായി ഒരു ചിന്ത രൂപപ്പെട്ടു. ആ ചിന്ത രൂപപ്പെട്ടതിനെ ചിന്തകൻ നോക്കിക്കാണുന്നു. നിശ്ചിന്തമായ മനസ്സ് ചിന്തിക്കണം എന്ന് തോന്നി ചിന്തകൻ്റെ സ്ഥാനം കൈക്കൊണ്ടു. അപ്പം ചിന്തകൻ്റെ സ്ഥാനമുണ്ടെങ്കിലേ ചിന്തനം എന്ന പ്രവൃത്തി നടക്കുള്ളൂ. ഏത് പ്രവൃത്തിക്കും പ്രവർത്തകൻ വേണം. പ്രവർത്തകൻ്റെ പ്രകടന വിശേഷമാണ്, സ്ഫുരണമാണ് പ്രവൃത്തി. എവിടുന്ന് പ്രവൃത്തി തുടങ്ങുന്നുവോ അത് കർത്താവ്. കർത്താവിൻ്റെ പ്രകടനം ക്രിയ. ക്രിയ എവിടേക്ക് പ്രവഹിക്കുന്നുവോ എന്തിനെ ഉദ്ദേശിച്ച് നീങ്ങുന്നുവോ അതാണ് കർമ്മം, ഓബ്ജക്റ്റ്. അപ്പം നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉദിക്കുന്നതിന് മുൻപ് വിചിന്തനം എന്നൊരു പ്രക്രിയ അതിന് മുൻപ് നടന്നിട്ടുണ്ട്. വിചിന്തനം നടക്കണമെങ്കിൽ ചിന്തകൻ എന്നൊരു ഭാവം അവിടെ വന്നിട്ടുണ്ട്. അപ്പം നിശ്ചിന്ത മനസ്സ് എന്തായി? ചിന്തകനായി. ആ ചിന്തകൻ ചിന്തിക്കാൻ തുടങ്ങി, വിചിന്തനം. തത്ഫലമായി ചിന്ത എന്നൊരു വസ്തു രൂപപ്പെട്ടു. ഇവിടെ എന്താ പറയണത്? ദർശനപ്രഥമാഭാസമാത്മാനം സമുപാസ്മയേ. ഇങ്ങനെ ചിന്തയ്ക്ക് മുമ്പ് ചിന്തനം, ചിന്തനത്തിന് മുമ്പ് ചിന്തകൻ. ഈ മൂന്ന് ത്രിപുടിയും വ്യത്യാസമുള്ളതിന് മുൻപ് നിശ്ചിന്തമായൊരു നിലയുണ്ടായിരുന്നല്ലോ, അതാണ് ആത്മാവ്. ആ ആത്മാവിനെ ഞങ്ങൾ ഉപാസിക്കുന്നു. അപ്പം എന്തായി?
സാധാരണ നമ്മൾ ചിന്തകൾ 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 എന്നുള്ള പറയണം മാറ്റിയിട്ട് ഈ ചിന്ത എങ്ങനെ ഉണ്ടാവുള്ളൂ? ഒരു പരിണത ഫലമാണ്. ആരുടെ? വിചിന്തനത്തിൻ്റെ. എന്തിൻ്റെ? വിചിന്തനത്തിൻ്റെ. ആ വിചിന്തനം എവിടുന്ന് പുറപ്പെട്ടു? ചിന്തകനിൽ നിന്ന്. ചിന്തകൻ എവിടുന്നുണ്ടായി? നിശ്ചിന്തമായ പൂർവസ്ഥിതിയിൽ നിന്ന്. അപ്പം ഞങ്ങൾ ചിന്തയും വിട്ടു, ചിന്തനവും വിട്ടു. മനസ്സുകൊണ്ട് ഭാവനയിൽ പറയുകയാണ്. ചിന്ത, ചിന്തനം, ചിന്തകൻ, ഈ മൂന്നും വിട്ട് ദർശനപ്രഥമാഭാസം ആത്മാനം. ഇതിന് മൂന്നിനും മുമ്പിലുണ്ടായിരുന്ന ആ സോഴ്സ് ഉണ്ടല്ലോ, സ്രോതസ്, അതിനെക്കുറിച്ച് ആലോചിച്ച്, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ഉപാസന. പുഷ്പമെടുത്തു, മന്ത്രം ചൊല്ലി, അതല്ല. ഈ ഉപാസന ബുദ്ധിയിൽ നടക്കുന്നതാണ്. നിങ്ങൾ പറയൂ, പുഷ്പം കൊണ്ടൊരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ ചെയ്യുന്ന അർച്ചനയും പൂജയുമുണ്ട്. ആ പൂജ വേണമെങ്കിൽ മനസ്സ് വേണം. മനസ്സാണ് അവിടെ പ്രമാണം. ഇത് മനസ്സിൻ്റെയും ജ്യേഷ്ഠനായിരിക്കുന്ന ബുദ്ധി ആ ബുദ്ധിമണ്ഡലത്തിൽ ആലോചിച്ച് ഉള്ളിലുള്ള ആ മൂന്ന് ത്രിപുടി ഉണ്ടല്ലോ, തിങ്കർ, തിങ്കിങ് ആൻഡ് തോട്ട്, ആ മൂന്ന് ത്രിപുടിയെയും കടന്നുവിട്ട് നിശ്ചിന്തമായ ഒരു തുടക്കമുണ്ട്, തുടക്കമുണ്ട്, തുടക്കമുണ്ട്. അതിൽ നിന്നാണ് ചിന്തകഭാവം ഉയരുന്നത്. പിന്നീടാണ് വിചിന്തനം. അതിൻ്റെ പരിണത ഫലമാണ് ചിന്ത എന്നിങ്ങനെ മനസ്സിലാക്കി ആ മൂന്നും വിട്ട് ആത്മാവിൽ ചെന്ന് അണഞ്ഞ്, അതാണ് ഞങ്ങളുടെ ഉപാസന. ഈ സിദ്ധന്മാർ പാടുന്ന പാട്ടാ. ദൃഷ്ടദർശന ദൃശ്യാനി ത്യക്ത്വാ വാസനയാ സഹ ദർശന പ്രഥമാഭാസം ആത്മാനം സമുപാസ്മഹേ. പ്രേക്ഷകരെ, ഞാനീ പറയുന്നത് മുഴുവൻ ഒരു ദിവസം കൊണ്ടല്ലല്ലോ നിങ്ങൾ കേൾക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കേട്ടതിനെക്കുറിച്ച് മനനം ചെയ്യാനുള്ള ഒരു അവസരം നല്ല പോലെ കിട്ടുന്നുണ്ട്. അതൊരു മഹാഭാഗ്യം എന്ന് വേണം പറയാൻ. അപ്പം ഞാൻ ചോദിക്കുന്നു, ഈ നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോസ്തത്വദർശിഭി എന്നൊരു ശ്ലോകമെടുത്ത് നിങ്ങളുടെ ഈ സ്വാമി കുറേ സംസാരിച്ചുല്ലോ. നിങ്ങളിത് ആലോചിച്ച് നോക്കിയോ? തത്വവിചാരം ചെയ്യുക, തത്വവിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് നിങ്ങൾക്കറിയോ? നമ്മളിപ്പോൾ ഒരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്. ആ തീർത്ഥയാത്രയ്ക്ക് പഴയ കാലത്തൊക്കെ പോകുമ്പോൾ ആലഭാരങ്ങളോട് കൂടി പോവില്ല. അവരങ്ങനെ നടന്ന് നടന്ന് കഷ്ടപ്പെട്ട് തപസ്സായിട്ടാണ് പോവുക. ഈ ഇരുമുടിക്കെട്ടൊക്കെ ആയി ശബരിമലയ്ക്ക് പോണു എന്ന് പറയുന്നത് എന്തിനാ? തപസ് കൂടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തലയിൽ ഭാരിച്ച് വേണ്ടിടത്തോളം അന്ന് കാലത്ത് അവിടെ പോയാൽ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങളും കൊണ്ടുപോകണം, കിടക്കാനുള്ളത് കൊണ്ടുപോകണം, കമ്പിളി, എന്തൊക്കെ പലതും ഉണ്ട്. ഈ ഭാരങ്ങളൊക്കെ ഏറ്റി മലയിലേക്ക് അങ്ങോട്ട് കയറുക തന്നെ എന്ന് പറയുമ്പോൾ അത് വലിയൊരു തപസ്സാണ്. പക്ഷേ അതൊരു ശാരീരിക തപസ്സാണ്. മനസ്സില്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ പോകണം എന്നുള്ളൊരു വിചാരവും സങ്കല്പവും ഓരോ സ്റ്റെപ്പ് എടുത്തു വയ്ക്കാൻ മനസ്സെടുത്തു വച്ചാലേ കാല് നീങ്ങുള്ളൂ. അപ്പം മനസ്സിൽ നിന്ന് തുടങ്ങി മനസ്സിൽ പര്യവസാനിക്കുന്നതാണ് എല്ലാ പ്രവൃത്തികളും സമ്പർക്കങ്ങളും എന്നുള്ളൊരു വാസ്തവം അവിടെയുണ്ട്. എന്നാലും അത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു തപസ്സാണ്. തത്വവിചാരം എന്ന് പറയുന്നതോ ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് മനസ്സും ബുദ്ധിയും മാത്രമായി ചെയ്യുന്ന ഒരു പ്രയാണമാണത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളിങ്ങനെ കേട്ടതിങ്ങനെ ഗ്രഹിച്ചത് പിന്നീട് മനനം ചെയ്ത് ശരി, സ്വാമിജി ഇങ്ങനെ പറഞ്ഞു, ഇതാണ് അതിനർത്ഥം, ഓ എന്നിങ്ങനെ നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്താ സംഭവിക്കണേന്നറിയോ? നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ശുദ്ധമാവുകയാണ്, കൂടുതൽ പവിത്രമാകുന്നു. അതിന് ഗ്രഹണ സാമർഥ്യം വർദ്ധിക്കുന്നതിനോടൊപ്പം വികാസം, ഉത്തുംഗത, ദിവ്യത്വം എല്ലാം തന്നെ വരും. ഇപ്പം ശരീരത്തിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നാണ് നമ്മളെ വിചാരം. എന്നാൽ ചിന്തകളില്ലേ? ഉവ്. ആലോചനയില്ലേ? ഉവ്. അതൊക്കെ നിങ്ങൾ കാണാറുണ്ടോ? ഇല്ല. അതിൻ്റെ ഇഫക്റ്റ്, ഫലം മാത്രമേ നിങ്ങൾ അറിയാറുള്ളൂ. ഇപ്പം കാലുകൊണ്ട് നടക്കുമ്പോൾ ദൂരം നീങ്ങണു എന്ന് മാത്രമല്ല, നടക്കുന്ന കാലിനെ പറ്റിയും നമുക്കറിയാം. അതേപോലെ മനസ്സ് വിചിന്തനം ചെയ്യുമ്പോൾ വിചിന്തനത്തിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. പക്ഷേ വിചിന്തന പ്രക്രിയ നമുക്ക് മനസ്സിലാവുന്നില്ല. അധ്യാത്മ സാധന എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരുന്ന് ഉള്ളിലേക്ക് പൂഴ്ന്നങ്ങോട്ട് ഇറങ്ങി അവിടെ നടക്കുന്ന പ്രക്രിയയെ
നടക്കുമ്പോൾ കാലിൻ്റെ ചലനം കാണുന്നത് പോലെ ആ ഉൾപ്രക്രിയയെ വേണ്ടതുപോലെ ഉണർന്നും നുകർന്നും മനസ്സിലാക്കുന്നതാണ് മനനത്തിൻ്റെ ഉദ്ദേശം. ഇൻഫ്യൂഷണൽ ഇൻട്രോസ്പെക്ഷൻ അത് ഒരു തരത്തിലുള്ള ആലോചനയാണ്. ആലോചന എല്ലാവരും ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ എത്ര കണ്ട് ആലോചിച്ചിട്ടാണ് GSLVയും അത് ഇതൊക്കെ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അവരിവിടെ ഇരുന്ന് അതിൻ്റെ ട്രാജക്ടറി ഇങ്ങനെ മാറ്റി അങ്ങനെ മാറ്റി ഇതാ വികസിപ്പിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇതിന് ബുദ്ധി വളരെയധികം ആലോചിച്ചിട്ട് വേണം. ആ ആലോചന പ്രക്രിയ അവർക്കുണ്ട്. അത് ഇൻഫ്യൂഷണൽ ഇൻട്രോസ്പെക്ഷൻ അല്ല. ഇൻട്രോസ്പെക്ഷൻ ഇൻഫ്യൂഷണൽ ആവുന്നത് എപ്പോഴാണ്? നാം നടത്തുന്ന ആലോചന നമ്മുടെ മനസ്സിൽ തന്നെ പവിത്രതയും സൂക്ഷ്മതയും ഉത്തുംഗതയും നാം ആവശ്യപ്പെടുന്ന ഗുണവിശേഷങ്ങളൊക്കെ വരുത്താൻ ഉതകുമ്പോഴാണ്, അതിനുവേണ്ടി പ്രയോഗിക്കുമ്പോഴാണ് ഇൻഫ്യൂഷണൽ ഇൻട്രോസ്പെക്ഷൻ ആവുന്നത്. ഇപ്പം ശ്രീകൃഷ്ണൻ ഇവിടെ പറയുന്ന ഓരോ വാക്കും എന്തിനു വേണ്ടി? അർജുനന്റെ മനസ്സിലുള്ള വിഷമം നീക്കി ആശയത്തെളിച്ചമുണ്ടാക്കി കൊടുത്ത് വിറച്ചുകൊണ്ടിരുന്ന ശരീരത്തിൻ്റെ വിറ നിർത്തി, വറ്റിയ നാവുണ്ടല്ലോ മുഖം, അതിൻ്റെ ആ വരളിച്ച മാറ്റി, ബുദ്ധിയുടെ ചാഞ്ചല്യം തീർത്ത് സ്ഥിരബുദ്ധി സന്തുഷ്ട മനസ്സ്, നല്ല നിശ്ചയാത്മികമായ ഒരു നിലപാട് വരണം. ഈ ഗുണങ്ങളൊക്കെ ആ ഇൻട്രോസ്പെക്ഷൻ കൊണ്ട്, തത്വവിചാരം കൊണ്ട് ഉണ്ടാവണം. അതാണ് നമുക്ക് ആവശ്യം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളിൽ ഈ മാതിരി ഒരു വിചാര പ്രക്രിയ, ഒരു ആലോചന പ്രക്രിയ, ഒരു ഗവേഷണ പ്രക്രിയ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ചിലരെങ്കിലും എനിക്ക് എഴുതി അറിയിപ്പിക്കണം. നമ്മളെ ഈ പ്രേക്ഷകരുണ്ടല്ലോ മുത്തൻ മടിയന്മാരാ. എന്താ അവർക്ക് മടി? ഒരു സ്വാമിജി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളോട് സംസാരിക്കണു കൊല്ലങ്ങളായി. അപ്പം അദ്ദേഹത്തിന് നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് അതുകൊണ്ട് മെച്ചം? അവർക്ക് എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആ എഴുത്തുകൾ വന്നാൽ വായിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതങ്ങനെ അറിയിപ്പിക്കേണ്ടത് ഒരു ചുമതലയാണ്. ഒരു ഗുരുവിന് സ്വയം പഠിപ്പിക്കാൻ പറ്റില്ല. ശിഷ്യന്മാരുണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ ശിഷ്യന്മാർക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത്രയും ഗുരുവിന് മികവ് കൂടി വരിക ചെയ്യുക. അതാണ് ആചാര്യ പൂർവരൂപം അന്തേവാസ്യുത്തരൂപം. ഗുരു എപ്പോഴാണ് ഗുരുവാകുന്നത്? ശിഷ്യന്മാരുടെ മുൻപിൽ. ഞങ്ങളൊക്കെ അങ്ങയുടെ ശിഷ്യന്മാരാണ് എന്ന് പറയുമ്പോഴാണ് ഒരു ഗുരു ജനിക്കുന്നത്. ഒരു സ്ത്രീ എപ്പോഴാണ് അമ്മയാവുന്നത്? ഗർഭപാത്രത്തിൽ നിന്ന് ഗർഭസ്ഥ ശിശു പുറത്തു വന്ന് കഴിഞ്ഞാൽ അമ്മ പട്ടം കിട്ടി. അതുവരെ അമ്മയായിട്ടില്ല. അപ്പം അമ്മയും കുട്ടിയും ആരാ മുമ്പിൽ ജനിക്കണേന്ന് ചോദിച്ചാൽ രണ്ടാലും ഒരുമിച്ച് ജനിക്കുകയാണ്. ഒരു ഭാഗത്ത് കുട്ടിയും ഒരു ഭാഗത്ത് അമ്മയും. അതുപോലെ ഗുരുവാകുന്നത് ശിഷ്യ സാന്നിധ്യത്തിലാണ്. ആരെങ്കിലും വന്ന് ഞങ്ങൾ അങ്ങയുടെ ശിഷ്യന്മാരാണ് എന്ന് പറയുമ്പോഴാണ് ഗുരു സ്വയം അവരുടെ ഗുരുവാകുന്നത്. അപ്പം ഗുരുവിനെ അവരോധിക്കുന്നത് ശിഷ്യന്മാരാന്ന് പറയേണ്ടി വരും. അത് രണ്ടുപേരും ഒരുമിച്ചായാലേ ഈ പ്രവചനമോ ഈ പ്രയത്നമോ സഫലമാവുള്ളൂ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു പോണു വളരെ ഗഹനമായിട്ടാണ്. പലരും ഭഗവത്ഗീതയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ പ്രതിപാദിക്കുമ്പോൾ ഞാൻ മുമ്പിലും പറയാറുണ്ടല്ലോ, കൃഷ്ണൻ എന്ത് പറയാൻ ഉദ്ദേശിച്ചുവോ അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ ഒന്ന് വിവരിച്ച് പറയണം എന്നാണ് എൻ്റെ ഉദ്ദേശം. എന്താണോ ഓരോരോ കഥനത്തിലുമുള്ളത് അത് തന്നെ വിവരിച്ച് പറയുക എന്നുള്ളതാണ്. അതല്ലാത്തൊരു സംഗതി അവിടെ പറയണം എന്നുള്ള ഉദ്ദേശം എനിക്കില്ല. ഒരു വിളക്കിലും ഇല്ല, ഒടിക്കലും ഇല്ല. ആചാര്യ അരണിരാജ്യ സ്യാത്, ആചാര്യോ അരണിരാജ്യ സ്യാത്, അന്തേവാസ്യുത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ. ഇത് ശ്രീമദ് ഭാഗവതത്തില് കൃഷ്ണൻ പറയുന്നതാണത്. ആചാര്യൻ അരണിരാജ്യ സ്യാത്. അഗ്നി ഉണ്ടാവുമ്പോൾ എവിടുന്നാ ഈ അഗ്നി? അരണി കടഞ്ഞിട്ടാണ് അഗ്നി ഉണ്ടാക്കുക. അത് കടയാനായിട്ട് എത്ര വേണം? 2 എണ്ണം വേണം. ഒന്ന് മറ്റൊന്നിൽ ഇങ്ങനെ തൊട്ട് ഉരസി ആ ഉരസലിൽ നിന്നാണ് ഈ തീ പുറപ്പെടുന്നത്. അപ്പോൾ ഒരെണ്ണം അടിയിൽ വെച്ചു, ഒരെണ്ണം മുകളിൽ കുത്തനെ പിടിച്ചു, എന്നിട്ട് അമർത്തി പിടിച്ചു, ഒരാൾ ഇങ്ങനെ പിടിച്ചു വലിച്ചു. അപ്പം അതിൽ ആ 2 അരണിയിൽ ഒരരണിയാണത്രേ ആചാര്യോ അരണിരാജ്യ സ്യാത്. ആദ്യത്തെ അരണിയാണ് ആചാര്യൻ. അന്തേവാസ്യുത്തരാരണി. ശിഷ്യനാകട്ടെ രണ്ടാമത്തെ അരണിയാണ്. ഇവർ രണ്ടുപേരും കൂടി യോജിക്കണം. ആ യോജിക്കുന്നത് എപ്പോഴാണ്? ആചാര്യൻ മിണ്ടാതെ ഇരുന്ന ശിഷ്യന്മാർക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ഈ TV-യുടെ മുൻപിൽ എത്ര നേരം അങ്ങനെ ഇരിക്കും? നിങ്ങളുടെ സ്വാമിജി സംസാരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റുള്ളൂ. അവിടെ കാഴ്ച പോയി ശബ്ദം പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കാൻ പോകുന്നില്ല.
അപ്പൊ ഈ പ്രേക്ഷകരെയും പ്രവക്താവിനെയും കൂട്ടിയോജിപ്പിക്കുന്നത് എന്താ? പ്രവക്താവിൻ്റെ പ്രവചനം, തത്വപ്രവചനം. ആ തത്വപ്രവചനം ഇങ്ങനെ മുഖത്തിൽ നിന്ന് വരുമ്പോഴാണ് പ്രേക്ഷകന്മാർ കർണപുടങ്ങളിലൂടെ അത് സ്വീകരിക്കാൻ ശ്രദ്ധയോടുകൂടി മുൻപിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തത്സന്ധാനം പ്രവചനം, അവരെ രണ്ടുപേരെയും കൂടി ഇഴുകി ചേർത്ത് നിർത്തുന്നതാണ് പ്രവചനം. അതിൻ്റെ ഫലമെന്താ? വിദ്യാസന്ധി സുഖാവഹ, വളരെ സുഖം ജനിപ്പിക്കുന്ന വിദ്യ, അറിവ് ഉടനടി ശിഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടാവുകയായി. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം താൻ പറയുന്നത് വഴി തൻ്റെ അറിവ് ഒന്നുകൂടിയും ഗാഠമായി, വിപുലമായി, കുറച്ചും കൂടിയും അത് പവിത്രമായി തീരുന്നു. അങ്ങനെ രണ്ടുപേർക്കും ഒരേപോലെയാണ് നേട്ടം, അവരുടെ പങ്കാളിത്തവും ഒരേപോലെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഞാനിങ്ങനെ പറയുന്നത് കുറേശ്ശെ കേട്ട് മനനം ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഈ നാസതോ വിദ്യതേ ഭാവോ എന്ന് പറയുന്നതിന് വലിയ അർത്ഥം. അത് ഏത് ശ്ലോക? സുഖദുഃഖങ്ങളെ പറ്റി പരാമർശിച്ചതിൻ്റെ തൊട്ട പിന്നിൽ വരികയാണ്. സാധാരണ ഈ സത്ത് അസത്ത് എന്ന് പറയുന്ന വിഭജനം പുറം വസ്തുക്കളിലാണ് പ്രയോഗിച്ച് സംസാരിക്കാറുള്ളത്. ഇവിടെ വിഷയം അതല്ല. മാത്രാസ്പർശാഹ എന്ന വാക്കിൽ നിന്ന് തുടങ്ങി സമദുഃഖ സുഖം ധീരം അമൃതത്വായ കൽപ്പതേ എന്ന് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ചർച്ചാ വിഷയം എന്താ? ജീവിതം. ആ ജീവിതത്തിലെ ലോകവസ്തുക്കളും താനും തമ്മിലുള്ള സമ്പർക്കം നടക്കുന്നത് ഐന്ദ്രിയ തലത്തിലാണെന്ന്. ആ സമ്പർക്കം കൊണ്ട് ഉണ്ടാവുന്നത് ഉള്ളിലുള്ള മനസ്സിൽ സുഖദുഃഖങ്ങൾ. ആ സുഖദുഃഖങ്ങളെ സഹിക്കണം. അതിനുള്ള വഴി സമമായി സ്വീകരിക്കലാണ്. അങ്ങനെ സമസ്വീകാരമുള്ളവൻ സമത്വത്തിൽ നിന്ന് തുടങ്ങി സാമ്യത്തിലായാൽ അമൃതത്വമായി എന്ന് പറഞ്ഞു നിർത്തുകയാണ്. എന്നിട്ടാണ് പറയണത് നാസതോ വിദ്യതേ ഭാവോ. അപ്പൊ ഈ സുഖദുഃഖങ്ങളെ സമബുദ്ധിയോടുകൂടി സഹിച്ചാൽ അല്ലെങ്കിൽ സ്വീകരിച്ചാൽ എങ്ങനെ സാമ്യവും മോക്ഷവും ഉണ്ടാവണു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനാണ് പറയുന്നത് സത്ത് അസത്ത് എന്ന രണ്ട് വിഭജനമുണ്ടല്ലോ, വ്യത്യസ്ത ഭാവം. അത് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ഈ സുഖദുഃഖങ്ങൾ രണ്ടും അസത്തിൽപ്പെടുന്നതാണ്. അപ്പൊ അസത്ത് മാത്രമായിട്ട് ഒരു കാലത്തും ഉണ്ടാവില്ലോ. ഉണ്ടാവണമെങ്കിൽ അത് സത്താവണ്ടേ. അപ്പൊ സുഖവും സത്തല്ല, ദുഃഖവും സത്തല്ല. പിന്നെ സത്ത എവിടെ കിടക്കുന്നു? ആ സുഖദുഃഖങ്ങളുടെ ഇടയിലും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് കിടക്കുന്നു. അതാണ് സുഖദുഃഖങ്ങളായി അനുഭവപ്പെടുന്നത്. ഇതൊരു വലിയ സൂചനയും വലിയ വെളിപ്പെടുത്തലുമാണ്. അപ്പൊ ഈ ചെയ്യുന്നത് മുഴുവൻ ഈ തത്വവിചാരം കൊണ്ടുണ്ടാവുന്നത് നിങ്ങളുടെ മനസ്സും ബുദ്ധിയും വളരെ ലഗ്നമാകുന്നു, വ്യഗ്രമാകുന്നു. ആ രണ്ട് അവയവങ്ങളുടെ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ ഉദ്ദേശം എന്തോ ആ ഉദ്ദേശം പൂർണ്ണമായി സഫലമാകുകയാണ് ഈ തത്വവിചാരം കൊണ്ട്. അപ്പൊ തത്വവിചാരം കൊണ്ട് ഉണ്ടാവുന്ന നേട്ടങ്ങൾ മുഴുവനും ഈ മനസ്സിലാണ്. വസിഷ്ഠൻ വളരെ സമർത്ഥമായി പറയുന്നു. ആരോട്? ശ്രീരാമനോട്. കേട്ടോളൂ. മനസൈവ മനശ്ചിത്വ കുഠാരേണേവ പാദപം ചിത്തം ചിത് ഭക്ഷിതം കൃത്വ ചിത്താദപി പരോഭവ. ഈ ശ്ലോകങ്ങൾക്കൊക്കെ എത്ര വിലമതിച്ചാലും മതിയാവില്ല. ഏതെങ്കിലും ഒരു സമയത്ത് പാശ്ചാത്യ പണ്ഡിതന്മാരോ ജിജ്ഞാസുക്കളോ ഈ ശ്ലോകങ്ങൾ വായിച്ച് അവരിതിന് അർത്ഥം പറഞ്ഞ് നാം കാണുന്ന പുറം റിസർച്ച് ഗവേഷണമുണ്ടല്ലോ, ആ ഗവേഷണത്തിന്റെ ഡയറക്ഷൻ തന്നെ മാറാൻ പോവുകയാണ്. മനസൈവ മനശ്ചിത്വ കുഠാരേണൈവ പാദപം. ഈ മനസ്സിന്റെ മനനം കൊണ്ട് മനനപ്രക്രിയയെ തന്നെ മുറിക്കണം എന്നാ പറയുന്നത്. നമുക്ക് ചിന്തിക്കാം, എന്തു വേണമെങ്കിൽ ചിന്തിക്കാം. സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാ, എവിടം കൊണ്ടാ, ആരെ ചൊല്ലിയ എന്ന് ചോദിച്ചാൽ ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളെ കുറിച്ചാണ് നമ്മുടെ ചിന്ത മുഴുവനും. കുടുംബത്തിലൊരു കുട്ടി ജനിച്ചു. എന്താ ആ ജനനം? ഇന്ദ്രിയങ്ങൾക്ക് കാണാനുള്ള ഒരു വസ്തുവാ. അത് പശു ആവാം, നായ ആവാം, മനുഷ്യ ശിശുവുമാവാം. ഒരു വീട് എന്താ? ആ വീട് ഐന്ദ്രിയ വസ്തുവാ. ഈ ലോകം എന്താ? ഐന്ദ്രിയമാണത്. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് കാണാനുള്ള വസ്തുക്കളെ കുറിച്ച് കാണാനാണല്ലോ മനുഷ്യ ശരീരവും ഇന്ദ്രിയങ്ങളും. ചെറുപ്പകാലം മുതൽക്ക് കണ്ടു തുടങ്ങി. ആ കണ്ടതിനെ കുറിച്ചാണ് നമ്മുടെ ആലോചന മുഴുവനും. ആ ആലോചന ഒന്നിനൊന്ന് ആയിട്ട് വർദ്ധിച്ചു പോണു. ആ പെരുക്കം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ തത്വവിചാരം കൊണ്ട് നമുക്ക് നേടേണ്ടത് എന്താ? വേറെ ഒന്നാ. മനസ്സാ ഏവ, മനസ്സുകൊണ്ട്, തത്വമനനം കൊണ്ട്. മനഃ ചിത്വ, മനസ്സിനെ തന്നെ മുറിക്കണം എന്ന് പറഞ്ഞാൽ മനന പ്രക്രിയ തന്നെ നിർത്തണം. കുഠാരേണൈവ പാദപം,
മരത്തിൽ നിന്ന് എടുത്തതാണ് ഈ കോടാലിയുടെ തായ. ആ തായയിട്ട ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ട് ആ പാദപം മരത്തിനെ തന്നെ മുറിക്കുന്നത് പോലെ, അതുപോലെ എന്തു വേണം? തത്വമനനം എന്ന് പറയുന്നതിൽ മനസ്സിനെ വിനിയോഗിച്ച് മനന പ്രക്രിയയെ തന്നെ നിർത്തണം എന്ന്. എന്നിട്ട് എന്തു വേണമെന്നാ പറയണത്? ഇനിയുള്ളത് മനസ്സിലാക്കിക്കോളൂ. ചിത്തം ചിദ്ഭക്ഷിതം കൃത്വ ചിത്താദപി പരോഭവ. ചിത്തം മനസ്സിനെ ചിദ്ഭക്ഷിതം കൃത്വ. കേൾക്കണുണ്ടോ നിങ്ങൾ? എവിടെ കാണും ഇങ്ങനെ ഒരു പ്രയോഗം? ചിത്തം ചിദ്ഭക്ഷിതം കൃത്വ. ഈ ചിത്തം എന്ന് പറയുന്നത് ആലോചിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും സങ്കല്പിച്ചുകൊണ്ടും ഇരിക്കുന്ന ആ ഉപകരണം അല്ലെങ്കിൽ പ്രക്രിയയ്ക്കാണ് ചിത്തം എന്ന് പേര്. അങ്ങനെ ഒരു വസ്തുവില്ല, അങ്ങനെ ഒരു പ്രവർത്തനം അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കണ്ണുകൊണ്ട് കാണൽ, അങ്ങനെ രണ്ടുണ്ട്. കണ്ണുണ്ട്, കണ്ണുകൊണ്ട് കാണലും ഉണ്ട്. കാണാതെ കണ്ണടച്ചിരിക്കുകയും ചെയ്യാം. അതുപോലെ ഇവിടെ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാം കൂടി ഒരു സാധനമാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിനെ ഉജ്ജീവിപ്പിക്കുന്നത്. അത് മനനം ചെയ്യുമ്പോൾ അതിന് മനനം, മനസ്സ് എന്ന് പറയുന്നു. ബോധനം ചെയ്യുമ്പോഴോ ബുദ്ധി എന്ന് പറയുന്നു. അഹം അഹം എന്നിങ്ങനെ അസർട്ട് ചെയ്യുമ്പോഴോ അതിനെ അഹങ്കാരം എന്ന് പറയുന്നു. ഈ മൂന്ന് ഉപകരണങ്ങൾ വേറെ വേറെയാണെന്ന് പറയരുത്, മൂന്ന് പ്രവർത്തനങ്ങളാണ്. അപ്പം മനനപ്രക്രിയ കൊണ്ട് മനസ്സിനെ തന്നെ മുറിച്ച് ചിത്തം ചിദ്ഭക്ഷിതം കൃത്വ. ചിത്തം ചിത്തം എന്ന് പറഞ്ഞാൽ എന്താ? ചിത്തിൻ്റെ ഒരു കനപ്പെട്ട ഭാവമാണ് ചിത്തം. സാധാരണ ചിത്ത് എന്ന് പറയുമ്പോൾ ഒരു തകാരവും ഒരു ചന്ദ്രക്കലയാണ്. ചിത്തം എന്ന് പറയുമ്പോഴോ രണ്ട് താവും ഒരു വട്ടപൂജ്യവുമായി. അപ്പൊ ഈ ചിത്ത് എന്ന് പറയുന്ന ചേതനയുണ്ടല്ലോ, ശുദ്ധബോധം, അതിങ്ങനെ കനപ്പെട്ട് വരുമ്പോഴാണ് ചിത്തമാവുന്നത്. ഈ കനപ്പെടുക എന്നുള്ളതിന് അർത്ഥം എന്താ? പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ കനപ്പെടുക എന്നുള്ളതിനർത്ഥം ആ ചിത്തിൽ ഈ ലോകവസ്തുക്കൾ അനവധി, എത്രയാ, അസംഖ്യം ലോകവസ്തുക്കൾ, ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾ, ഇതിങ്ങനെ വന്ന അതിൽ പ്രതിഫലനം പ്രതിഫലനം പ്രതിഫലനം, അങ്ങനെ പ്രതിഫലനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തടിച്ചു എന്ന് പറയണത്. ആ തടിപ്പ് അത് പ്രതിബിംബിക്കുന്ന വസ്തുക്കളുടെ എണ്ണത്തിൻ്റെ എണ്ണ കൂടുതലാണ്. ഒരു പ്ലെയിൻ മിററുണ്ട്, കണ്ണാടി. ആ കണ്ണാടിയിൽ പല നിറങ്ങളുള്ള ഒരു ദൃശ്യം പ്രതിബിംബിച്ചാൽ ആ കണ്ണാടിയിലെ ശുദ്ധ നിർമ്മലമായ ഭാവം മാറുമല്ലോ. അത് മുഴുവനും ആ വസ്തുക്കളങ്ങളായിത്തീരും പ്രതിഫലന രൂപത്തിൽ. അതുപോലെ നമ്മുടെ ചിത്ത്, ഉള്ളുണർവ്, നമ്മുടെ ചിത്തുണ്ടല്ലോ, അത് ഈ ലോകവസ്തുക്കൾ അസംഖ്യമുള്ളതിനെ ഇന്ദ്രിയങ്ങൾ മുഖേന സ്വീകരിച്ച് സ്വയം തന്നിൽ പ്രതിഫലിപ്പിക്കുമ്പോൾ ആ പ്രതിഫലനമാണ് അതിന് വരുന്ന തടിപ്പ്. അങ്ങനെ ഒരു തടിപ്പ് അതിന് വാസ്തവത്തിലുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ കണ്ണാടിയിൽ അനവധി വസ്തുക്കളെ പ്രതിബിംബിക്കുന്നതിനാൽ കണ്ണാടി തടിക്കുന്നുണ്ടോ? ആ ഗ്ലാസ്സിന് വണ്ണം കൂടുന്നുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ നിറത്തിന് മാറ്റം വരുന്നുണ്ടോ? അത് ശുദ്ധമായിട്ടുള്ള ഒരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസിൻ്റെ പവിത്രതയ്ക്കോ പരിശുദ്ധിക്കോ പ്രതിബിംബം കൊണ്ടോ പ്രതിഫലനം കൊണ്ടോ വല്ല മാറ്റവും വരുന്നുണ്ടോ? ഇല്ല. ആ വസ്തുക്കളെ എടുത്തു മാറ്റൂ, അത് പഴയ കണ്ണാടിയായി. ഇതുപോലെയാണ് നമ്മുടെ ചിത്തും. പക്ഷെ നമ്മൾ അറിയണില്ല. കണ്ണാടിയുടെ കാര്യത്തിൽ രണ്ടും ദൃശ്യമാണ്. എന്താ ഈ രണ്ടും ദൃശ്യം? കണ്ണാടി ശുദ്ധ നിർമ്മലമാണെന്നുള്ളത് നമുക്ക് കാണാം. അത് പ്രതിഫലിക്കുന്ന സമയത്ത് അത് കനപ്പെടുന്നതും നമുക്ക് കാണാം. ഇവിടെ നമുക്ക് രണ്ടും കാണാൻ പറ്റുന്നില്ല. ചിന്തകളെയും കാണുന്നില്ല, ചിന്തിക്കുന്ന മനസ്സിനെയും കാണുന്നില്ല, ഉൾസത്തയെയും കാണുന്നില്ല. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെയാണ് നമ്മുടെ മനസ്സ്. അതിനെന്തു വേണം? മനസ്സൈവ മനശ്ചിത്വ. തത്വമനനം കൊണ്ട് വേണം ആ മനസ്സിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ലോകപ്രതീതികൾ മുഴുവൻ ഇല്ലാതെയാവുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് വരും. അങ്ങനെ വരുമ്പോൾ എന്തായി? ചിത്തം ചിദ്ഭക്ഷിതം കൃത്വ. നമ്മുടെ ചിത്തം, മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ ചിത്തിൽ തന്നെ അങ്ങോട്ട് മുക്കുക, ലോകവസ്തുക്കൾ പ്രതിബിംബിക്കാതെ ആവുക. എന്നിട്ട് ആ മനസ്സ് എവിടെ പോയി എന്ന് നോക്കുക. അപ്പൊ ആ പ്രതിബിംബങ്ങൾ അങ്ങോട്ട് മാറുന്നതോടുകൂടി, ഒഴിയുന്നതോടുകൂടി മനസ്സ് തന്നെ അല്ലാതെയാവും. പിന്നെ എന്താവും? ശുദ്ധ നിർമ്മല മനസ്സ്, ശുദ്ധ സത്വമാകും. അപ്പൊ ലോകപ്രതീതിക്കാണ് മനസ്സ് എന്ന് പേര്. ലോകപ്രതീതി ഇല്ലാതെ ഏകപ്രതീതി വന്നാലോ അതേ മനസ്സ് ശുദ്ധസത്വമാവും. അതാണ് മുക്ത മനസ്സ്, അതാണ് ജീവൻ മുക്തന്റെ സ്ഥിതി. ചിത്തം ചിദ്ഭക്ഷിതം കൃത്വ ചിത്താദപി പരോഭവ. മനസ്സിനെ വിട്ടങ്ങട് ഉണർന്ന് ഉന്മനീഭാവത്തിലിരിക്കൂന്ന്.
മനസ്സങ്ങോട്ട് പോയി ഉപരിമനസ്സോട് കൂടിയിരിക്കൂന്ന്. എന്താ ഈ ഉപരിമനസ്സ്? എന്ത് കണ്ടാലും നമ്മുടെ മനസ്സിൽ, ഞാനൊരു 1000 വസ്തുക്കളെ കണ്ടു, വസ്തുക്കൾ പാട്ടിൽ എൻ്റെ മുൻപിലുണ്ട്, ഞാൻ എൻ്റെ പാട്ട് എൻ്റെ ഉള്ളിലുണ്ട്. ഈ കാണുന്നു എന്നുള്ളതിനെ ഞാൻ നിഷേധിക്കുന്നില്ല, പക്ഷേ കാഴ്ച മുഴുവനും എൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയയാണെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കാഴ്ചയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കാണുന്നത് ഉള്ളിലാണെന്നേ പറയുന്നുള്ളൂ. ഇപ്പം കണ്ണാടി, ഒരു കറുത്ത വസ്ത്രം അതിൽ പ്രതിബിംബിച്ചാൽ കണ്ണാടി കറക്കുന്നുണ്ടോ? ഇല്ല. മനസ്സ് ആനയെ കണ്ടതുകൊണ്ട് ആനയാവുന്നുണ്ടോ? ഇല്ല. തടാകം കണ്ടതുകൊണ്ട് തടാകമാവുന്നുണ്ടോ? ഇല്ല. ആകാശത്തിൽ മേഘപടലങ്ങൾ വന്നതുകൊണ്ട് ആകാശം മേഘമായി തീരുന്നുണ്ടോ? ഇല്ല. ഏത് വസ്തുവും അതിൻ്റെ സ്വഭാവത്തെ ഒരിക്കലും മാറ്റുന്നില്ല, മാറ്റത്തിന് വിധേയവുമല്ല. അതുപോലെ നമ്മുടെ ചിത്തുണ്ടല്ലോ, ആ ചിത്ത് എന്ന് പറയുന്ന ഉള്ളുണർവ്, ശുദ്ധബോധം, അത് ശുദ്ധമായി തന്നെ തുടരുന്നു. ഇന്ദ്രിയ സാന്നിധ്യത്തോടുകൂടി ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ചുകൊണ്ട് ലോകപ്രതീതികൾ വർണ്ണശബളമായത് പലതും എടുക്കണു. എടുത്തത് കൊണ്ട് ചിത്തിനൊരു മാറ്റവും വരുന്നില്ല. ഈ സത്യം മനസ്സിലാവുന്നത് എപ്പോഴാ? തത്വവിചാരം കൊണ്ട് ഉള്ളിൽ പ്രവേശിച്ച് മനസ്സിൽ വരുന്ന പല വിധത്തിലുള്ള വിക്ഷേപങ്ങളെല്ലാം മാറി മനസ്സ് ശാന്തമായി, ഏകമുഖമായി, ആത്മമുഖമായി, അവസാനം സംശാന്തമാകുമ്പോഴാണ്. ചിത്തം ചിദ്ഭക്ഷിതം കൃത്വ ചിത്താദപി പരോഭവ. അതാണ് ഈ മനോനാശം എന്നൊക്കെ ചിലർ പറയുന്നത്. വാസനാക്ഷയ വിജ്ഞാന മനോനാശ മഹാമതേ ചിരകാലം സമാഭ്യസ്ത ഭവന്തി ഫലദാമുനേ. വസിഷ്ഠൻ ശ്രീരാമനോട് പറയുന്നതാ. വാസനാക്ഷയ വിജ്ഞാന മനോനാശ മഹാമതേ. വാസനാക്ഷയം, ആശകളില്ലാതെ ആവല്. എന്തിനെ ആശിക്കുന്നു ഇവിടെ? എനിക്ക് കുറേ ഭൂമി വേണമെന്ന് വിചാരിച്ചു, ഭൂമി കിട്ടി. ആ ഭൂമി ഞാനാവുമോ? എൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമോ? ഇല്ല. ഞാനെപ്പോഴും എൻ്റെ ശരീരത്തോടു കൂടി നടക്കണു. നടക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ഭൂമിയാവുന്നൊന്നുമില്ല. അപ്പം എന്തിനാ ഈ ആശിക്കണത്? വേണ്ട കാര്യങ്ങൾ ഓരോ സമയത്തും ചെയ്തോളൂ. ആശ എന്തിന്? ആശിച്ച വസ്തു നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും പ്രവേശിക്കുമോ? പ്രവേശിക്കില്ലല്ലോ. അത് അതിൻ്റെ പാട്ടിൽ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഉള്ളുകൊണ്ട് വല്ല മാറ്റവും വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഉള്ളുകൊണ്ട് വല്ല മാറ്റവും വരുന്നുണ്ടോ എന്നാ ചോദിക്കണേ. നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായി, അച്ഛനായി. അച്ഛനായത് കൊണ്ട് നിങ്ങളുടെ ഉൾ വ്യക്തിത്വത്തിന് വല്ല മാറ്റവും വരുന്നുണ്ടോ? മുമ്പത് 6 അങ്കുലമായിരുന്നു, കുട്ടി ജനിച്ചതോടുകൂടി 7 അങ്കുലമായോ? അത് എന്ത് മാറ്റാ നമുക്ക് വരണത്? ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈ സത്യം മനസ്സിലാക്കുന്നവനാണ് ലോകത്തിൽ കുശലൻ, സമർത്ഥൻ. ആ ആളെയാണ് തജ്ഞൻ, വിജ്ഞൻ, വിശേഷജ്ഞൻ എന്നൊക്കെ പറയുന്നത്. ചിത്താദപി പരോഭവ. ഈ ശ്ലോകത്തിന് ഞാൻ പറഞ്ഞില്ലേ കാവ്യം എന്നൊക്കെ. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നോ ഇന്നലെയോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ ഉദ്ദേശിച്ച അർത്ഥമൊന്നും ഇതിൽ കാണില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു കമ്പം കയറി. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ കുറച്ച് ശ്ലോകങ്ങൾ എഴുതി. അപ്പം ഞാനങ്ങനെ പദ്യം രചിക്കുന്ന ആളാണ്. പക്ഷേ പദ്യരചന ഒരു തൊഴിലാണെന്നോ സ്വഭാവമാണെന്നോ വിചാരിക്കരുത്. പദ്യമാണ് പറയുന്നത്, പദ്യമാണ് വിവരിക്കുന്നത്, അത് ശരിയാ. പക്ഷേ പദ്യരചന എന്നാൽ രചിച്ചിട്ടില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, 10,000 ചില്ലാനം ശ്ലോകങ്ങൾ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. സത്തും അസത്തും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി അപ്പം അത് സംബന്ധിച്ച് ഒരു ആലോചന വന്നു. അപ്പോൾ ഒരു 2-3 ശ്ലോകം ഞാൻ വായിച്ച് പറയട്ടെ, നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? അപ്പം ഞാൻ രചിച്ചത് കൊണ്ട് അത് ഞാൻ വായിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ രചിച്ചതാണല്ലോ, ബാക്കിയുള്ളവരുടെ രചനയാണല്ലോ വായിക്കുക, പഠിക്കുക, സ്മരിക്കാൻ നോക്കുക. അപ്പം ഇത് മിനിഞ്ഞാന്നോ ഇന്നലെയോ നടന്ന കാര്യമാണ്. സതഃ കഥാപി നാഭാവോ അസതോ ഭാവോ ന ചേദിഹ സ്പഷ്ടമേതദ് വിജാനീഹി യദ്ഭാതി തത്സദേവഹി. സത്തിന് ഒരു കാലവും അഭാവമില്ല, ഇല്ലായ്മയില്ല. അസത്തിനോ ഒരു കാലത്തും ഭാവവുമില്ല, നിലനിൽപ്പുമില്ല. ഇങ്ങനെ 2 പ്രസ്താവനയാണിതിൽ. 2 എണ്ണത്തിൻ്റെ 2 വിഭിന്ന ലക്ഷണങ്ങൾ ഉദ്ബോധിപ്പിക്കുകയാണ് അവിടെ. അങ്ങനെ ഉദ്ബോധിപ്പിച്ചിട്ട് നമുക്ക് കിട്ടാനുള്ള പ്രായോഗിക തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, സതഃ കഥാപി നാഭാവ. സത്താണെങ്കിൽ ഒരിക്കലും അഭാവം ഉണ്ടാവില്ല. അസത്താണെങ്കിലോ ഭാവോ ന ചേദിഹ, ഒരിക്കലും നമ്മുടെ മുൻപിൽ അതിന് നിലനിൽപ്പില്ല. അങ്ങനെ വരുമ്പോൾ സ്പഷ്ടമേതദ് വിജാനീഹി, ഇത് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കിക്കോളൂ. വളരെ ക്ലിയറായി പറഞ്ഞ പ്രസ്താവനയിൽ നിന്ന്
സത്തിൻ്റെ ലക്ഷണവും അസത്തിൻ്റെ ലക്ഷണവുമാണ് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താ? യത് ഭാതി തത് സദേവഹി. എവിടെ എന്തെങ്കിലും പ്രകാശിക്കുന്നുണ്ടോ, വെളിപ്പെടുന്നുണ്ടോ, അത് സത്തേ ആകാൻ വഴിയുള്ളൂ. സത്തിന് ഒരു കാലത്തും അഭാവമില്ല, അസത്തിനോ ഒരു കാലത്തും സ്ഫുരണവുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും സ്ഫുരിക്കുന്നതായോ പ്രകാശിക്കുന്നതായോ വെളിപ്പെടുന്നതായോ നമുക്ക് അനുഭവം തോന്നിയാൽ എന്തു വേണം? ഉടനെ തീരുമാനിക്കണം അത് സത്താണ് എന്ന്. സ്പഷ്ടമേ തദ് വിജാനീഹി യദ്ഭാതി തത് സദേവഹി. ആ പറയുന്നതിൽ കുറച്ചും കൂടിയും ആലോചനയ്ക്ക് വകയുണ്ട്. അതെന്താ? പരന്തു ദൃശ്യ സർവത്ര സദൈവ പരിവർത്തതേ തസ്മാത് തസ്യ സതസ്ഥാനം കിഞ്ചിന്ന അർഹതി വിദ്ധിതത്. നമ്മുടെ ശരീരം നമുക്ക് അനുഭവപ്പെടുന്നു. ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ ചുറ്റും ലോകവസ്തുക്കളും ലോകവും നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പൊ അനുഭവവും വെളിപ്പെടലും പ്രകാശവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നാലും ഉടനെ നമുക്ക് തോന്നുന്നത് സത്താണെങ്കിലേ പ്രകാശിക്കുള്ളൂ എന്നാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിനും ലോകവസ്തുക്കൾക്കും ലോകത്തിനും സത് സ്ഥാനം കൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നു. ആദ്യമായിട്ട് അനുഭവിക്കുന്നു. അപ്പൊ ഉണ്ട് എന്ന് തോന്നുന്നു, സമ്മതിച്ചു. എന്നാൽ ഉണ്ടെങ്കിൽ ഉണ്മയുടെ ലക്ഷണം അതിനുണ്ടോ എന്ന് ബുദ്ധി കൊണ്ട് പരിശോധിക്കുകയാണ്. കണ്ണുകൊണ്ടല്ല പരിശോധന, കാതുകൊണ്ടല്ല പരിശോധന, കൈവിരൽ കൊണ്ടല്ല, ടെലിസ്കോപ്പ് കൊണ്ടോ മൈക്രോസ്കോപ്പ് കൊണ്ടോ അല്ല. പരിശോധന നടക്കുന്നത് ബുദ്ധിതലത്തിലാണ്. ഞാൻ കാണുന്നുണ്ടല്ലോ, അനുഭവിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് വസ്തു അവിടെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം, അത് തീരുമാനിച്ചു. ആ ഉള്ള വസ്തു സത്തിൻ്റെ ലക്ഷണം പ്രകടമാക്കുന്നുണ്ടോ എന്നിങ്ങനെ കൂലങ്കഷമായി പരിശോധിക്കുമ്പോൾ പരന്തു ദൃശ്യ സർവത്ര സദൈവ പരിവർത്തതേ. അതെപ്പോഴും പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുക, മാറ്റമാണ്. മാറ്റമില്ലാത്ത ഒരു വസ്തുവും ലോകത്തിലില്ല. നമ്മുടെ ശരീരം മാറുന്നു, മനസ്സ് മാറുന്നു, ബുദ്ധി മാറുന്നു, ഭൂമി മാറുന്നു, പഞ്ചഭൂതങ്ങൾ മാറുന്നു, വൃക്ഷങ്ങൾ മാറുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുക. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം ഒക്കെ മാറുക. ഈ മാറ്റം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഇതൊക്കെ ബുദ്ധിയിൽ നടക്കുന്ന സാധനയാണ് കേട്ടോ. മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഇല്ലാതെയായി ഉള്ളതിൻ്റെ സ്ഥാനത്ത് പുതിയ ഒന്ന് സംഭവിക്കുക, ഉദിച്ചിങ്ങോട്ട് വരിക, അപ്പോഴാണ് മാറ്റം. അപ്പൊ ഓരോ മാറ്റവും സൂചിപ്പിക്കുന്നത് ഉള്ളതില്ലാതെയായി ഇല്ലാത്തതുണ്ടാവുന്നതാണ് മാറ്റം. അപ്പൊ നാം ആദ്യം പറഞ്ഞു പ്രകാശിക്കുന്നതോ വെളിപ്പെടുന്നതോ സത്തേ ആകൂ എന്ന്. എന്നാൽ സദ് ലക്ഷണം അതിനുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ സർവ്വതും പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ പരിവർത്തനം സദ് ലക്ഷണമല്ല, സല്ലക്ഷണമല്ല അത്. അപ്പൊ സല്ലക്ഷണമല്ലെങ്കിൽ അപ്പൊ എന്തു വേണം? തസ്മാത് തസ്യ സതസ്ഥാനം കിഞ്ചിൻ നാർഹതി വിദ്യുതത്. അതിനൊരിക്കലും സത്തിൻ്റെ സ്ഥാനം ബുദ്ധി കൊണ്ട് കൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം സഫലമായി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഒരാളായിട്ട് കണ്ടുമുട്ടി പരിചയപ്പെട്ടു, ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ആൾ നല്ലവനാണോ, അഭികാമ്യനാണോ, ആശാസ്യനാണോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ പ്രവൃത്തികളിൽ എന്തെങ്കിലും ഒരു ദുസ്സൂചന കിട്ടിയാൽ ആ ആളെ അങ്ങോട്ട് ഒഴിച്ചു മാറ്റും. അപ്പൊ പരിശോധന എന്ന് പറയണത് നീക്കി നിർത്താൻ സാധിക്കില്ല ബുദ്ധിയുള്ളവർക്ക്. അങ്ങനെ പരിശോധിച്ചു നോക്കിയപ്പോഴോ സത്തിൻ്റെ ലക്ഷണം ഇതിനില്ല, പരിവർത്തനശീലമാണ് എന്നുള്ളതിനാൽ തസ്മാത് തസ്യ സതസ്ഥാനം കിഞ്ചിൻ നാർഹതി വിദ്യുതത്. അതും കൂടി മനസ്സിലാക്ക് എൻ്റെ പൊന്നു ജിജ്ഞാസോ. എന്നിട്ട് എന്ത് വേണം? അസ്മാത് ഏതത് അസന്മാത്രം ഇതി വക്തും ന ശക്നുമഃ ദൃശ്യത്വാത് ഉപലബ്ധിത്വാത് അസ്തി ഭാതീതി നിശ്ചയഃ. എന്ത്? അസ്മാത് ഏതൻ അസന്മാത്രമിതി വക്തും ന ശക്നുമഃ. പരിവർത്തനശീലം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനെ അസന്മാത്രമാണ്, അസത്താണ് എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുമോ? തള്ളാനും പറ്റില്ല. എന്നാൽ നമ്മൾ നിരന്തരം അനുഭവിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ശരീരം മാറുന്നു എന്നുള്ളത് ശരിയാ. മാറുന്ന ശരീരത്തിൽ എന്നും നാം ഇരുന്നു കൊണ്ട് ആ ശരീരം പ്രയോഗിച്ചുകൊണ്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അസ്മാത് ഏതത് അസന്മാത്രമിതി വക്തും. ഇത് അസത്താണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എന്താ? നമ്മളെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൃശ്യത്വാത് ഉപലബ്ധിത്വാത് അസ്തി ഭാതീതി നിശ്ചയ. നാം കണ്ണു തുറന്ന് ലോകം കാണുന്നു, ചെവി തുറന്ന് ശബ്ദം കേൾക്കണു, നാവ് കൊണ്ട് രുചിക്കണു, മൂക്ക് കൊണ്ട് മണക്കണു, ത്വക്ക് കൊണ്ട് സ്പർശിക്കണു. ഇങ്ങനെ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾ അനവരതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനവരതം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ
അതിനെ നിഷേധിക്കാൻ നമുക്ക് പറ്റില്ല. ദ്രഷ്ടാവായ നമ്മുടെ മുൻപിൽ ദൃശ്യമുണ്ട്. ദൃശ്യമുള്ളപ്പോഴാണ് ഞാൻ ദ്രഷ്ടാവാകുന്നത്. എന്നെ ദ്രഷ്ടാവാക്കുന്നത് ദൃശ്യമാണ്. അപ്പൊ ദ്രഷ്ടാവും ദൃശ്യവും ഒരുമിച്ച് പോകുന്നതാണ്, സൈമൾട്ടേനിയസ് ആണ്. അങ്ങനെ ദൃശ്യത്വാത് ഉപലബ്ധിത്വാത് സ്വാനുഭവം നമുക്കുണ്ട്. അസ്ഥി ഭാതീതി നിശ്ചയ. അതുകൊണ്ട് ഇത് നിലനിൽക്കണു എന്നും പ്രകാശിക്കണു എന്നും രണ്ടും ശരിയാ, അനിഷേധ്യമാണ്. യദ്ഭാനം ഭാനമാത്രം ഹി വിനാ സദ്ഭാനലക്ഷണം തന്നൂനം സ്വപ്നവൻ മിഥ്യ വർജ്യം തത് ഭ്രമമോഹജം. അവിടുന്ന് നമ്മൾ എത്താനുള്ള തീരുമാനം എന്താ? യദ്ഭാനം ഭാനമാത്രം ഹി. ഭാനം എന്ന് വെച്ചാൽ പ്രകാശം. എന്താണോ വെളിപ്പെടുന്നത്, പ്രകടമാകുന്നത്, സ്ഫുരിക്കുന്നത്, അത് ഭാനമാത്രം ഹി. അതിനൊരു സ്ഫുരണ വിശേഷമുണ്ട്. സ്ഫുരണ വിശേഷമുണ്ട്. പക്ഷെ ആ സ്ഫുരണത്തിന് സദ് ലക്ഷണമില്ല. സല്ലക്ഷണം അതിന് കൊടുക്കാൻ പറ്റില്ല. വിനാ സദ് ഭാനലക്ഷണം. ആ പ്രകാശത്തിന് നൈരന്തര്യമുണ്ടോ? ഇല്ല, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നതിന് സല്ലക്ഷണം കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പ്രതിഭാസമാണത്. ഒരാഭാസമോ പ്രതിഭാസമോ ആണ്. ആ പ്രതിഭാസത്തിന് നമ്മുടെ ജീവിതത്തിലും അനുഭവത്തിലും വല്ല ദൃഷ്ടാന്തവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് സ്വപ്നം. എപ്പോഴാ സ്വപ്നം ഉണ്ടാവുന്നത്? ബാഹ്യലോകവും ലോകവസ്തുക്കളുമായി എല്ലാവിധത്തിലുള്ള ബന്ധവും കംപ്ലീറ്റ് ആയിട്ട് മാറ്റപ്പെട്ടിട്ടാണ് നാം കിടന്നുറങ്ങുന്നത്. ഉറക്കത്തിൻ്റെ ഡെഫിനിഷൻ, വിവരണം തന്നെ അതാ. അപ്പൊ ബാക്കി ഒന്നുമില്ലാത്ത സമയത്താണല്ലോ നമ്മൾ കിടന്നുറങ്ങുന്നത്. ആ ഉറക്കത്തിലാണല്ലോ സ്വപ്നത്തിൽ വഴുതി പോണത്. അപ്പൊ ആ വഴുതിപ്പോകുന്ന ഉൾവ്യക്തിത്വത്തിൽ ഒരു ലോകപ്രതീതിയുമില്ല. ഒക്കെ മുറിഞ്ഞു കളഞ്ഞു, മാഞ്ഞു കളഞ്ഞു. എന്നിട്ട് സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെ ആയിത്തീരുന്നു? പുതിയ ഒരു വ്യക്തി, പുതിയ ഒരു ലോകം, പുതിയ ഒരു വാഹനം, പുതിയ ഒരു യാത്ര, പുതിയ ഒരു ഹോട്ടല്, പുതിയ ഒരു വിശപ്പ്. ഉറങ്ങുന്നതിന് മുമ്പ് കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴും നമുക്ക് ഉറക്കത്തിലെ സ്വപ്നത്തിൽ വിശപ്പുണ്ടാവുന്നു. എന്നിട്ട് ആ വിശപ്പ് മാറാൻ ഒരു ഹോട്ടലിൽ ചെന്ന് കയറുന്നു. എന്നിട്ട് സ്വപ്ന ഭക്ഷണം കഴിക്കണു, വയറ് വീർക്കണു. എന്നിട്ട് പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴോ ഇതൊന്നുമില്ലാൻ്റെ ആവണം. അപ്പൊ അവിടെ ഉറക്കത്തിൽ ഒന്നുമല്ലാതെ കിടന്നിരുന്ന ആ വ്യക്തിത്വം, ആ ഉള്ളിലുള്ള ബോധം, ആ ബോധം ഒരു സ്വപ്ന വൈവിധ്യത്വത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഉണ്ടാക്കാനുള്ള ശക്തി അതിനുണ്ട്. അതിനെയാണ് ഇൻസ്ക്രൂട്ടബിൾ പവർ എന്ന് പറയുന്നത്. അവാച്യം, അനിർവചനീയമായിരിക്കുന്ന ഒരു ശക്തിവിശേഷം. ആ ശക്തിവിശേഷം കൊണ്ട് സ്വപ്ന വൈവിധ്യം ഉണ്ടാവുന്നത് പോലെ വർജ്യം തദ് ഭ്രമമോഹജം. ഭ്രമം കൊണ്ടും മോഹം കൊണ്ടും ഉണ്ടാവുന്നതാണ്. വസ്തു ഇവിടെ ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ ലോകമില്ല എന്ന് നമ്മൾ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ ആ ലോകം എന്ന് പറയുന്നത് സത്തായ ഉള്ളുണർവിൻ്റെ സ്ഫുരണവും പ്രകാശവുമാണ് എന്നേ പറയുള്ളൂ. ഈ പറയുന്ന ന്യായമുണ്ടല്ലോ, തത്വവിചാരം, ഇത് സുഖദുഃഖങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രയോഗിക്കണം. പ്രയോഗിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാവും? സുഖം ച ദുഃഖം യദ്ധേതോ ഭവതോ ഹി പുനഃ പുനഃ തദധിഷ്ഠാനമേവാന്തഃ സദേകം വസ്തു സർവദാ. മാറി മാറി വരുന്ന സുഖദുഃഖങ്ങൾ മാറ്റത്താൽ തന്നെ അസത്തായിത്തീരുന്നു. എന്നാലോ മാറ്റമാണെങ്കിലും എന്തെങ്കിലും ഒന്ന് നമ്മൾ അനുഭവിക്കണം. അത് സുഖമാണെന്ന് തോന്നുന്നു, ഇപ്പോൾ ദുഃഖമാണെന്ന് തോന്നുന്നു, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും സുഖമായി. ഇങ്ങനെ മാറി 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 നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ അനുഭവത്തിലൊരു മാറ്റം കടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ഈ മാറ്റത്തിന് ന്യായവും ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ഈ മാറ്റങ്ങൾ ഉണ്ടാവണേ എന്ന് ചോദിച്ചാൽ തദധിഷ്ഠാനമേവാന്തഃ സദേകം വസ്തു സർവതഃ. വസ്തു അവിടെ ഒന്നേ ഉള്ളൂ. അത് തന്നെ ആ സുഖവും ദുഃഖവുമായി പ്രകടമാവുന്നത്. ഒരേ ഒരു വസ്തു തിരിച്ചും മറിച്ചും വെളിച്ചത്തിൽ ഇങ്ങനെ മാറ്റിയാൽ, ഇതിന് ഉദാഹരണം എന്താ? ഒന്ന് സ്വപ്നം, രണ്ടോ മരുഭൂമിയിൽ നടക്കുമ്പോൾ മരുമരീചിക എന്ന് പറയും. അവിടെ വെള്ളമുണ്ട് എന്ന് തോന്നിക്കൊണ്ടാ നടക്കുക. അടുത്ത് ചെല്ലുമ്പോൾ ആ വെള്ളമില്ല, കുറേ ദൂരത്താവും പിന്നെ കാണുക. ഈ ടാറിട്ട റോട്ടിൽ നട്ടുച്ചയ്ക്ക് കാറിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൂരത്ത് നോക്കിയാൽ കാണാം, റോഡിൻ്റെ മുകളിൽ വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കണമാതിരി തോന്നും. അവിടെ വാസ്തവത്തിൽ വെള്ളമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? ടാറാ ഉള്ളത്. ആ ടാറ എങ്ങനെ വെള്ളമായി? അതിൻ്റെ മുകളിലുള്ള ചൂടും ആ സൂര്യൻ്റെ കിരണങ്ങളും എല്ലാം കൂടി വായുവും കൂടിയ ഒരു പ്രതികരണം വെള്ളത്തിൻ്റെ പ്രതീതി രചിക്കുക. അവിടെ വെള്ളമില്ല. എന്നാൽ തോന്നണില്ലേ? ഉവ്. അപ്പം ആ വെള്ളമല്ല അവിടെ സത്യം.
അതിൻ്റെ അധിഷ്ഠാനമാണ് അവിടെ സത്യം. അതേമാതിരി ഈ സുഖദുഃഖങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുന്ന ശുദ്ധബോധം, ഉള്ളുണർവുണ്ടല്ലോ, സദേകം വസ്തു സർവതഃ, അതാണ് സത്ത്. അപ്പൊ സുഖദുഃഖങ്ങളെ വെച്ച് വിചാരം ചെയ്ത് നിങ്ങൾക്ക് എന്തു വേണം? സുഖദുഃഖങ്ങളല്ല അവിടെ വാസ്തവം. സുഖദുഃഖങ്ങൾ ജനിപ്പിക്കുന്ന നമ്മുടെ ഉള്ളാത്മാവാണ്, ഉള്ളുണർവാണ്, ശുദ്ധബോധമാണ്. ആ ബോധത്തിൻ്റെ അനിർവചനീയ പ്രഭാവം കൊണ്ടാണ്, ഇൻഡിസ്ക്രൈബിൾ പവർ, സ്പ്ലെൻഡർ, അതുകൊണ്ടാണ് ഈ സുഖദുഃഖ പ്രതീതി തുടർച്ചയായിട്ടുണ്ടാവുന്നത്. എത്ര പ്രതീതി ഉണ്ടാവുന്നു? രണ്ടേ രണ്ട്. എന്താ? സുഖം, ദുഃഖം. നിങ്ങൾ എവിടെ വേണമെങ്കിൽ ജീവിച്ചോളൂ, എത്ര ആളോടുകൂടി ജീവിച്ചോളൂ, എത്ര പണം വേണമെങ്കിലും ഉണ്ടാവട്ടെ, എത്ര ഭൂമി വേണമെങ്കിൽ മേടിച്ചോളൂ, നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന അനുഭവങ്ങൾ പ്രേക്ഷകരെ 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 വെറും രണ്ട് സുഖം, ദുഃഖം. മകന് കല്യാണം കഴിച്ച് മരുമകളെ കൊണ്ടുവന്നാൽ എന്ത് കിട്ടി? സുഖം കിട്ടി. അത് വിട്ടു വല്ലതും ഉണ്ടോ? മകൾക്ക് കല്യാണം കഴിച്ച് മരുമകനോടുകൂടി പറഞ്ഞയച്ചാലോ? അതും സുഖം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പിണക്കമോ ഒരസലോ ഉണ്ടായാലോ? ദുഃഖമായി. എത്ര പേർക്ക് വേണമെങ്കിൽ കല്യാണം കഴിപ്പിച്ചോളൂ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സുഖം, ദുഃഖം രണ്ടെണ്ണാണ്. ആ സുഖദുഃഖം ജനിപ്പിക്കുന്നത് മക്കളുമല്ല, മരുമക്കളുമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സാണ്. ആ മനസ്സിൽ അധിഷ്ഠാനമായി കളിക്കുന്ന ഒരു ഉണർവുണ്ട്. അത് മാത്രമേ ഇവിടെ ഐകരൂപ്യത്തോടുകൂടി, ഏകതാനതയോടുകൂടി, ഒറ്റയ്ക്ക് സദ്ലക്ഷണത്തോടുകൂടി, സല്ലക്ഷണത്തോടുകൂടി വാഴുന്നുള്ളൂ. അപ്പോൾ സുഖദുഃഖങ്ങളല്ല ഇവിടെ സത്ത്. സുഖദുഃഖങ്ങൾക്ക് അധിഷ്ഠാനമായി നിൽക്കുന്ന ശുദ്ധബോധമാണ് എന്ന് മനസ്സിലായി. ആ ശുദ്ധബോധത്തിൻ്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. ആ ശക്തിയാണ് ഈ പ്രപഞ്ചം മുഴുവനും. ഇന്നിവിടെ ഭൂമിക്ക് എന്ത് ശക്തിയുണ്ടോ, ജലത്തിന് എന്ത് ശക്തിയുണ്ടോ, കാറ്റിന് എന്ത് ശക്തിയുണ്ടോ, പല വിധത്തിലുള്ള ഊർജങ്ങൾ, അഗ്നി അടക്കം എന്ത് ശക്തിയുണ്ടോ, ആകാശത്തിന് എന്ത് ശക്തിയുണ്ടോ, പ്രഭാവമുണ്ടോ, ആ പ്രഭാവം മുഴുവനും ഈ ഉള്ളിലുള്ള സത്തിൽ നിന്ന് നിർഗളിക്കുന്നതാണ്. സാധാരണ ഉപ്പിന് ഉപ്പുരസമുണ്ട്, ആത്മാവിനോ സർവരസ. അഗ്നിക്ക് ചൂടും പ്രകാശവുമുണ്ട്, ആത്മാവിനോ ചൂടും പ്രകാശം മാത്രമല്ല, അതിൽ വിദ്യുത് ശക്തിയും സർവ്വവിധത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവും അതിൽ നിന്നാണ്. അപ്പൊ ആത്മാ എന്ന് പറഞ്ഞാൽ സർവശക്തമാണത്. ആ സർവശക്തിയുള്ള ആത്മാവിൻ്റെ സർവശക്തിയെ പ്രപഞ്ച വസ്തുക്കളോടുകൂടി തട്ടിച്ചു നോക്കി നമുക്ക് വ്യപദേശിക്കാനോ പറഞ്ഞു മനസ്സിലാക്കാനോ സാധിക്കില്ല. ഈ വസ്തുക്കളൊക്കെ ദൃശ്യമാണ്, ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിലുള്ളതാണ്. മറ്റത് ഇന്ദ്രിയങ്ങൾക്ക് ഉള്ളിലുള്ളതാണ്. ഇത് സ്ഥൂലമാ, മറ്റത് സൂക്ഷ്മമാ. അപ്പൊ സ്ഥൂല വസ്തുക്കളെ വെച്ചുകൊണ്ട് സൂക്ഷ്മത്തിൻ്റെ വർണ്ണന എങ്ങനെ സാധിക്കില്ല. എന്നാ സാധിക്കണം. അതിനാണ് ഈ കസരത്ത് മുഴുവനും. അതാണ് തത്സദേവ സ്വശക്തിയാതു സുഖദുഃഖേ കരോതി വൈ വസ്തു ഏകം തത് പ്രതീതിസ്തു വിഭിന്നം ഭവതി സ്വയം. നമ്മുടെ ഉള്ളിൽ ശരീരത്തെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട് എനിക്കൊരു ശരീരമുണ്ട് എന്ന് തോന്നിച്ചുകൊണ്ടിരിക്കുന്ന ആ ശുദ്ധബോധമുണ്ടല്ലോ, ആ വൻ പ്രഭാവം, അതിന് ബഹുമുഖ ശക്തിയാണ്. കിടന്നുറങ്ങുന്ന ഒരാൾ, ആ ആൾ സ്വപ്നം കാണുമ്പോൾ പുതിയ ഒരു ശരീരത്തോടു കൂടി അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്കയ്ക്കൊക്കെ പോയി വരിക. എവിടുന്ന് വന്നു ഈ ആഫ്രിക്ക? എവിടുന്ന് വന്നു ഈ അമേരിക്ക? ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ അത് സംഭവിക്കുമോ? ശരീരം കിടന്നുറങ്ങുമ്പോൾ ഏത് ശരീരത്തോടു കൂടിയാണ് ഈ ആൾ പോയത്? വേറെ ഒരു ശരീരത്തോടു കൂടി. അങ്ങനെ ഒരു ശരീരം ഉണ്ടായെങ്കിൽ ഈ ശരീരം പൊട്ടിപ്പോയില്ലേ? പൊട്ടിപ്പോയില്ലല്ലോ. അനുഭവ രൂപത്തിലെല്ലാം ഉണ്ട്. എന്നാൽ വാസ്തവ രൂപത്തിലുണ്ടോ എന്ന് പരിശോധിച്ചാലോ ഒന്നുമില്ല. അപ്പൊ ഇല്ലാത്തതിനെ ഉണ്ടാക്കാനുള്ള ശക്തി അതിനുണ്ട്, ഉള്ളതിനെ ഇല്ലാതെയാക്കാനുള്ള പ്രഭാവവുമുണ്ട്, ഉള്ളതിൽ മാറ്റം വരുത്താനുള്ള ശക്തിയുമുണ്ട്. ഈ ശക്തി അതിൽ അന്തർഗതമാണ്. അഗ്നിയിൽ ചൂടുള്ളതുപോലെ, പ്രകാശമുള്ളതുപോലെ, വെള്ളത്തിന് പ്രവാഹശക്തി ഉള്ളതുപോലെ, കാറ്റിന് വ്യാപകശക്തി ഉള്ളതുപോലെ, ഈ ഉള്ളിലുള്ള ആ ഉണർവുണ്ടല്ലോ, ശുദ്ധബോധം, ആ ശുദ്ധബോധത്തിന് സ്വശക്തിയാതു സുഖദുഃഖേ കരോതി, തൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഇതാ സുഖം, ഇതാ ദുഃഖം എന്ന് പറയുക. ഒരാൾ വിശന്നിട്ട് ഊണ് കഴിക്കണു. ആ ഊണ് കഴിക്കുമ്പോൾ നല്ല വിശപ്പുണ്ട്. കഴിക്കുന്ന ഓരോ ഉരുളയും വളരെ രുചി, നല്ല ഭക്ഷണം നല്ലോണം കഴിക്കുന്നു. കഴിക്കുമ്പോൾ വയറ് നിറയുക. വയറങ്ങോട്ട് നിറഞ്ഞാലോ
കുറച്ചും കൂടിയും വിളമ്പി തന്നു, വളരെ ഇഷ്ടപ്പെട്ടവർ, ഇതും കൂടി കഴിക്കുമെന്ന് പറഞ്ഞാലോ അയ്യേ വേണ്ട, കഴിച്ചാൽ തേട്ടലായി, വീർപ്പുമുട്ടായി. അപ്പം സുഖമുണ്ടാക്കുന്നത് ഏതോ അത് തന്നെയാണ് പിന്നെ ദുഃഖമുണ്ടാക്കുന്നത്. ഒരേ വസ്തു സുഖകരവുമാവാം ദുഃഖകരവുമാവാം. ഒരേ ആൾക്ക് ഒരു വസ്തു ഒരാൾക്ക് സുഖകരവും ഇനി ഒരാൾക്ക് ദുഃഖകരവുമാവാം. അപ്പം അതിനൊരു സ്ഥായിത്വമില്ല. ഉള്ളിലുള്ളതാണ് ഇതിൽ പ്രമാണമെന്ന്. ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുന്ന ശക്തി, ആ ശക്തിയെ പറ്റിയിട്ട് എന്ത് പറയണം? പറയാൻ പറ്റില്ല എന്നാണ് പറയണത്. ശങ്കരാചാര്യര് വിവേക ചൂടാമണിയിൽ പറയുന്നു, സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ സാംഗാപ്യനംഗാപ്യുഭയാത്മികാനോ മഹാത്ഭുത അനിർവചനീയ രൂപ. ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാക്കുന്ന ആ സോഴ്സിനെ, ആ സ്രോതസ്സിനെ എന്ത് പറയണം? മഹാത്ഭുത അനിർവചനീയ രൂപ. അത്യന്തം അദ്ഭുതം, ആശ്ചര്യമാണത്. അനിർവചനീയ രൂപ, ഇന്നതാണെന്ന് നിർവചിക്കാൻ പറ്റാത്തതാണ് അതിൻ്റെ സ്വഭാവം. അനുഭവിച്ചോളൂ, ഇരുന്നോളൂ. അതാണല്ലോ ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിന്മഹിമ ആർക്കും തിരിക്കരുത്, അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്ര തോന്നി ഹരി നാരായണായ നമഃന്ന് പാടിയത് എന്താ? ആർക്ക് എത്ര കാണാൻ പറ്റുമോ അവർ കാണുന്നു, കണ്ടതിനെ വാഴ്ത്തുന്നു. ഒരു ഭൂമാനന്ദ സ്വാമി ഇതിൽ വളരെയധികം സമയം ചെലവ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ഒരു പക്ഷേ അത് വളരെ അനന്യമാവാം, നിസ്തുലമാവാം. എന്താ? ഭൂമാനന്ദന് തോന്നുകയാണ് പറയണമെന്ന്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. ഞാനിങ്ങനെ നോക്കുമ്പോൾ, ഈ ശ്ലോകം ഇങ്ങനെ കാണുമ്പോൾ, ക്യാമറയുടെ ഉള്ളിൽ നോക്കി നിങ്ങളുടെ ഉള്ളിൽ നുഴഞ്ഞങ്ങോട്ട് കയറാൻ പരിശ്രമിക്കുമ്പോൾ വായിന്ന് ഇങ്ങനെ വരിക. അത് എൻ്റെ മനസ്സിൽ തോന്നുന്നു. ഞാൻ എന്താ ചെയ്യുക? അതിന് ഒരു ക്രെഡിറ്റും ഞാൻ എടുക്കുന്നില്ല. ഞാനിങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആരാ പറയിപ്പിക്കണത്? ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ ഇരിക്കുന്ന അതേ പ്രഭാവമാണ് ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ ഇത് പറയാനൊക്കെ സാധിക്കുമോ? സാധിക്കില്ലല്ലോ. എങ്ങനെ സാധിക്കും? നാവ് കൊണ്ട് മാത്രം ശബ്ദം വരില്ല, തൊണ്ട കൊണ്ട് മാത്രം ശബ്ദം വരില്ല, പ്രാണൻ കൊണ്ട് മാത്രം ശബ്ദം വരില്ല. ഈ ശബ്ദത്തിന് മുൻപ് ഒരു ആശയ രൂപീകരണമുണ്ട്. അത് ഒന്നൊന്നായിട്ട് രൂപീകരിക്കാൻ എൻ്റെ കയ്യിൽ വല്ല ചെപ്പിടി വിദ്യയുണ്ടോ? ഇല്ലല്ലോ. എവിടെയാ ഈ രൂപീകരണം? എനിക്കറിയില്ല. ആരാ രൂപീകരിക്കണേ? അതും അറിയില്ല. ആ ആശയം തലച്ചോറിലാണെങ്കിൽ തലച്ചോറിൽ നിന്ന് ശബ്ദതാളത്തിലേക്ക് എങ്ങനെ സഞ്ചരിക്കണു അറിയില്ല. വായുന്ന് പിറുപിറുപിറുപിറുന്ന് അടക്കുപെട്ടിന്ന് വരുന്ന മാതിരിയാ വരണത്. ഇത് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. വാസ്തവത്തിൽ ഈ ഭൂമാനന്ദ സ്വാമി ശുദ്ധ ഭോഷന, ഒന്നും അറിയില്ല. ആ ഭോഷന്റെ വായിൽ നിന്ന് ഈ വാക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ടാവണം. എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. അതാണ് കർത്തൃത്വം എന്നൊരു വിചാരം തത്വജ്ഞാനികൾക്ക് ഉണ്ടാവില്ല. ഭോക്തൃത്വം അവർക്ക് ഉണ്ടാവില്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ കർത്തൃഭോക്തൃത്വം നിശ്ശേഷം തുടച്ചു മാറ്റുന്നതാണ്. ഉറങ്ങുന്ന സമയത്ത് സ്വപ്നമുണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പറയാൻ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഉണർന്നിരിക്കുന്നവൻ്റെ മുഖത്തിൽ നിന്ന് നിർഗളിക്കുന്ന ആ വാക്കുകളുണ്ടല്ലോ, വാഗ്പ്രവാഹം, അതിനും ആരാ ഉത്തരവാദി? ഈ സ്വപ്നം കാണിക്കുന്ന അതേ ശക്തി തന്നെയാണ് ഇവിടെ ഇതിനും ഉത്തരവാദി. അതിൽ ഒരാളും മേക്കാണം കെട്ടി പുറപ്പെടേണ്ട, അത് എൻ്റെയാണ് എനിക്കാണെന്ന് ഒരാളും പുറപ്പെടണ്ട. ചിലർക്ക് സാധിക്കും, ചിലർക്ക് സാധിക്കില്ല. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ. മലയാളമാണല്ലോ, മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? വലിയ ഒരു കനല. കനൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കത്തിജ്വലിക്കുന്നതാണത്. അത് മുഴുവനും അഗ്നിയാ. ഇപ്പോൾ വിറക് കത്തിച്ചു, അത് കരിയായി, ആ കരി നല്ലപോലെ കനലായി. അങ്ങനെ കനൽ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് എവിടെ തൊട്ടാലും അവിടെ അഗ്നിയാണ്. ആ അഗ്നി നിൽക്കുന്നത് കനലായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഉപാധിയില്ലാതെ അഗ്നി ഉണ്ടാവില്ല. അപ്പോൾ ഉപാധി രൂപത്തിൽ അവിടെ ഒരു മരത്തിൻ്റെ കഷ്ണമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അഗ്നിയാണ്. പക്ഷേ അതിലൊരു വ്യത്യാസം. കത്തിക്കഴിഞ്ഞു, നാളങ്ങളൊക്കെ കഴിഞ്ഞു, കുറേ കഴിയുമ്പോൾ കുറേശ്ശെ ആയി തണുത്തിട്ട് അതിൻ്റെ മോള് മുഴുവൻ വെണ്ണീർ വന്നങ്ങോട്ട് മൂടും. അങ്ങനെ വെണ്ണീർ കൊണ്ട് മൂടിയിരിക്കുന്ന
തീ കനലാണ് ഈ പ്രപഞ്ചം മുഴുവനും. അതിലാണ് നമ്മൾക്ക് ചിലയിടത്ത് ഭൂമി, ചിലയിടത്ത് സമുദ്രം, ചിലയിടത്ത് വായു, ചിലയിടത്ത് അഗ്നി, ചിലയിടത്ത് എല്ലായിടത്തും ആകാശം എന്നൊക്കെ കാണുന്നത്. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിൻമഹിമ. അവിടെ ഇങ്ങനെ ചിന്നി ചിന്നി മിന്നി പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത്? നമ്മുടെ പ്രഭാവമല്ല. അപ്പൊ പിന്നെ നിൻമഹിമ എന്നല്ല എൻ്റെ ആരെയാ പറയുക? എൻ്റെ മുത്തശ്ശൻ്റെ മഹിമയോ? അപ്പോഴാണ് ഒരു മനുഷ്യൻ ഭക്തനാവുന്നത്. ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ്. അപ്പൊ ആ മഹിമ എൻ്റെ മഹിമ എന്ന് പറയാൻ ഒരാൾക്കും പറ്റില്ല. നിൻമഹിമ, ചിന്നുന്ന നിൻമഹിമ ആർക്കും തിരിക്കരുത്. ആ മഹിമയെപ്പറ്റി ഒരാളും നോക്കി ഞാൻ മുഴുവനും മനസ്സിലാക്കി, കണ്ടു, ഗ്രഹിച്ചു, എനിക്ക് പറയാം, പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും, വരൂ ശിഷ്യന്മാരെ എന്ന് പറഞ്ഞ് ആർക്കും സാധിക്കില്ല. ആർക്കും തിരിക്കരുത്. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിൻമഹിമയാർക്കും തിരിക്കരുത്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. ഓരോ ദിവസവും ഓരോ ഇടത്തിലും ജനിക്കുന്ന മഹാത്മാക്കൾ, അവരെന്താ പറയുക? തത്വജ്ഞന്മാർ, വിശേഷജ്ഞന്മാർ, പരമജ്ഞാനികൾ. അവർ ഓരോരുത്തരും നോക്കി കണ്ടതെന്തോ അത് പറഞ്ഞ് മനസ്സിലാക്കണു എന്നേ പറയാൻ പറ്റുള്ളൂ. മുഴുവൻ കണ്ടു എന്ന് പറയാൻ സാധിക്കില്ല. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്ര തോന്നി ഹരി നാരായണായ നമഃ. അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. ഈ മഹിമ എന്താണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഇല്ലാത്തതിനെ ഉണ്ടാക്കും, ഉള്ളതിനെ ഇല്ലാതെയാക്കും. നിലനിൽക്കുന്നതിൽ എന്ത് മാറ്റം വേണമെങ്കിൽ വരുത്താൻ അതിന് സാധിക്കും. അതിന് ഒരാളുടെ തീട്ടൂരവും വേണ്ട, ഒരാളുടെ സഹായവും വേണ്ട.